ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നടക്കും എന്നുള്ളൊരു സൂചന യൂണിവേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് തരിക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് ആ ഒരു ആഗ്രഹം നടക്കുന്നതിന് മുമ്പ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ചില സൂചനകൾ തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ഇൻഡിക്കേഷൻ തരും ദറ്റ് ഇത് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണിച്ചു തരും. അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ് വെക്കാം അല്ലേ, ദാറ്റ് ഓക്കെ യെസ് എൻ്റെ ആഗ്രഹം നടക്കാൻ പോകുന്നു, യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ് വെക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പം നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാം. ആദ്യം ഐ ഡോണ്ട് നോ. ഓക്കെ, വേണ്ട തന്നെ സോറി, ഒരു ലേശം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതിന് മുമ്പ് യൂണിവേഴ്സ് കാണിക്കുന്ന ഒരു 3 സൂചനയായിട്ട് ഞാൻ എടുക്കാം. ഓക്കെ, 3 കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവാൻ പോലെ. ഓക്കെ, സൂചന, ഫസ്റ്റ് സൂചന. ഓക്കെ, 8 of Wands, വെരി ഗുഡ്. രണ്ടാമത്തത് Ace of Swords, 6 of Wands. വാവ്, എല്ലാം വളരെ ലൈക്ക് ഓക്കെ. ഇതിനൊന്ന് ചെറിയൊരു ക്ലാരിഫിക്കേഷൻസ് കൂടി സോറി എടുത്തേക്കാം. ഓക്കെ, ഓക്കെ, ആദ്യത്തെ സൂചന. ഓക്കെ, ആദ്യത്തെ സൂചന ഇവിടെ എനിക്ക് കാണുന്നത് 5 of Wands ഉണ്ട്. സോ ഇതൊരു നമ്മളൊരു കോമ്പറ്റീഷൻ എനർജി അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്ന രീതിക്ക് എടുക്കാം. ആരോടെങ്കിലും തർക്കം, വാക്കുതർക്കം, ഒരു എന്താ പറയുക മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഗോസിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ, ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. സോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഒരു വ്യക്തിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തായിരിക്കാം, വീട്ടിലായിരിക്കാം, ഫാമിലിയിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പേഴ്സണുമായിട്ടായിരിക്കാം. ഓക്കെ, ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ എനർജി അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. പക്ഷേ അത് സോൾവ് ആവുന്നതായിട്ട് നിങ്ങൾ കാണും. ഓക്കെ, നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്തെങ്കിലും എന്ത് തന്നെ ആയാലും ശരി അത് വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചനയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ് എൻഡ് ആവുന്നതായിട്ട് കാണും. ഓക്കെ, കുറച്ചുകൂടി സ്മൂത്തായിട്ട് ഒരു സംസാരങ്ങൾ നടക്കുന്നതായിട്ട്, സ്മൂത്തായിട്ട് കോൺവെർസേഷൻ, നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ഒരു അണ്ടർസ്റ്റാൻഡിങ് വരിക. ഓക്കെ, എന്ന് മാത്രമല്ല ഇതൊരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് വരും. ആരോടെങ്കിലും കോൺഫ്ലിക്റ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ മാറി നിന്നു, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു പെട്ടെന്നൊരു മെസ്സേജ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത് പക്ഷേ ക്ലിയർ മെസ്സേജ് ആയിരിക്കും, ഫാസ്റ്റ് ആയിട്ട് വരും. ചിലപ്പോൾ നിങ്ങൾ ലൈക്ക് എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്തായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചിലപ്പോൾ അവരായിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുക, സംസാരിക്കുക. ഓക്കെ, അതായത് കാര്യങ്ങൾ അവിടെ ഒരു ക്ലാരിറ്റി വരുന്ന പോലെയാണ്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ നോക്കൂ, ഇവിടെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആ വടി എടുത്ത് അടിച്ചല്ല, വടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മേലെ ഇതായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇതിലെല്ലാം സ്മൂത്ത് ആയിട്ടാണ് നിൽക്കുന്നത്. സോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓക്കെ അത് നിങ്ങൾക്ക് സോൾവ് ആവുന്നതായിട്ട് കാണും. പ്രത്യേകിച്ച് സംസാരിച്ച് സോൾവ് ആവുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാര്യങ്ങൾ ഒരു പറഞ്ഞ് ക്ലാരിറ്റി വരുന്ന പോലെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എന്ത് തന്നെയായാലും ഒരു ആരോടെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണും. ഓക്കെ, അത് ഫസ്റ്റ് സൂചന നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ചിലപ്പോൾ ഓക്കെ കുറച്ച് പേർക്ക് എന്തെങ്കിലും യാത്രയുടെ കാര്യങ്ങൾ വരാം. കുറച്ച് പേർക്ക് ഒരു എനർജി മുന്നോട്ട് മൂവ് ചെയ്യുന്നതായിട്ട്, അതായത് ക്ലിയർ ആയിട്ട് ചില കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ, ചിലപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്ന രീതിയിൽ, പക്ഷെ അതിനുശേഷം എല്ലാം ഒന്ന് സ്മൂത്ത് ആവുന്നതായിട്ടാണ്. സോ അതൊരു സൂചനയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ആരോടെങ്കിലും ചിലപ്പോൾ പാസ്റ്റിൽ ആരോടെങ്കിലും ആയിരിക്കാം, ഒരുപാട് മുൻപ്, ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചിലപ്പോൾ അവരോട് കോൺടാക്ട് പോലും ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളോട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, അതായത് നമ്മൾ പറയില്ലേ പണ്ട് എപ്പോഴെങ്കിലും തർക്കം ഉണ്ടായെന്ന് പറയാം, ആരോടെങ്കിലും നമ്മൾ സംസാരിക്കാതെയായി ആ വ്യക്തി തിരിച്ചു വന്നു, അവരൊരു നിങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് പോലെ വന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ദാറ്റ് ഓക്കെ എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നു, എനർജി എന്തോ ചേഞ്ച് വരുന്നുണ്ട്, എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട് എന്ന രീതിക്ക് നിങ്ങൾക്ക് ചിന്തിക്കാം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ ഏസ് ഓഫ് സോർഡ്സ് ആണിത്, ഫൂളാണ്. സോ ഒരു ന്യൂ തുടക്കം. ഓക്കെ, പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ആവാനുള്ള സാധ്യതയാണ്. ഒന്ന്, ഇവിടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യമായിരിക്കും. വളരെ ബോൾഡായിട്ട്, വളരെ ലൈക്ക് ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങളൊരു ആക്ഷൻ ചെയ്യുന്ന കാര്യമാണ്.
കുറച്ച് പേർക്ക് ഇവിടെ അഗെയിൻ ഇതൊരു സത്യം മനസ്സിലാക്കുന്ന പോലെയുമാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു സത്യം മനസ്സിലാവുന്ന പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. ഓക്കെ, സോ കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ബോൾഡായിട്ടൊരു തീരുമാനമെടുത്ത് ആക്ഷൻ എടുക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കും. ഓക്കെ, ആ സത്യം നിങ്ങൾക്ക് പക്ഷെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്ക് നല്ലതായിരിക്കും. ബിക്കോസ് അതിനുശേഷം നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാൻ സാധിക്കും. അപ്പോൾ ഈ എന്തെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ടല്ല ഇവിടെ എനിക്ക് കാണുന്നത്, പോസിറ്റീവാണ്. ഓക്കെ, ബിക്കോസ് മേ ബി നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആവും, അങ്ങനത്തെ ആയിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ ശരി, ഇനി ആ ഒരു ടെൻഷൻ അവസാനിക്കുക, അങ്ങനത്തെ വലുതുമായിരിക്കാം. സോ ഇവിടെ ആ ഒരു ട്രൂത്ത് നിങ്ങൾക്ക് വേറൊരു പുതിയ തുടക്കം കൊണ്ടുവരും. ആ പുതിയ ആക്ച്വലി ഇത് മേസ് ഓഫ് സോർട്സ് നമുക്കൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിയിലാണ്. സോ ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കൊരു വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടൊരു ന്യൂ ബിഗിനിങ് ആണ് എനിക്ക് കാണുന്നത്. വളരെ സന്തോഷത്തോടെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. സോ ഈ ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു സത്യം പുറത്തു വരുന്നത്, സത്യം നിങ്ങൾ അറിയാൻ പോകുന്നത്, അത് എവിടെന്നെങ്കിലും ഒരു വിവരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കാം, അങ്ങനെയാവാം. എന്തായാലും ഒരു ക്ലാരിറ്റി വരുന്ന പോലെയാണ്. ആ ക്ലാരിറ്റി നിങ്ങൾക്കൊരു പുതിയ തുടക്കം, നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് തന്നെ ഒരു പീസ്ഫുൾ ആയിട്ട്, പക്ഷേ ഇത് ഫുൾ എന്ന് പറയുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ അഗൈൻ ഇവിടെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്യും. ഉള്ളുകൊണ്ട് നിങ്ങൾ വളരെയധികം ഉള്ളിലുള്ള സ്ട്രെസ് കാര്യങ്ങളൊക്കെ മാറ്റി നിങ്ങൾ ഒരു പോസിറ്റീവ് ഒരു ഫീലിംഗിലേക്ക് നിങ്ങൾ വരും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പറയില്ലേ മനസ്സിലിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്ലൗഡി ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അതിലൊരു ക്ലിയർ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ടെൻഷനെ പോകും അല്ലേ. സോ അങ്ങനെ ആയിരിക്കാം ഇവിടെ. ഓക്കെ, വേറെ എന്തോ ഒന്ന് പറയാൻ വന്നു. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു പേപ്പർ സൈനിങ്ങിൻ്റെ ഒരു സാധ്യതയുണ്ട്. പേപ്പർ സൈനിങ് അല്ലെങ്കിൽ ഒരു ന്യൂ ജോബ് നിങ്ങൾക്ക് കിട്ടുക, ഒരു ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ആരോടെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ആരോടെങ്കിലും സംസാരിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ എഴുതുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും, സൈൻ ഇടുന്ന എന്തെങ്കിലും പേപ്പർ വർക്ക് സൈൻ ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം വരാം. അതും ഒരു പുതിയ തുടക്കം എന്ന രീതിയിൽ മേ ബി നിങ്ങളൊരു കാറ് വാങ്ങുന്നു, വീട് വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പേപ്പർ സൈനിങ് എന്തെങ്കിലും ഒരു കാര്യം അതിവിടെ പോസിബിൾ ആണ്. ഓക്കെ, കുറച്ച് പേർക്ക് അങ്ങനെയും ഒരു കാര്യമാവാം. ഒന്നുമില്ലെങ്കിൽ ഒരു സത്യത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ആക്ഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു നിങ്ങളൊരു സൈൻ ചെയ്ത് എന്തെങ്കിലും വാങ്ങാനോ എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ജോലിക്ക് വേണ്ടിയിട്ട്, മേ ബി നിങ്ങളൊരു സൈനിങ് പേപ്പർ സൈൻ ചെയ്യണമല്ലോ, ചിലപ്പോൾ അങ്ങനത്തെ ആയിരിക്കാം. അഗൈൻ ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങുന്ന എന്തോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, എന്തോ ഒരു സൈൻ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതും നിങ്ങൾക്കൊരു നല്ല തുടക്കം നിങ്ങൾക്ക് കൊണ്ടുവരും. ആൻഡ് ഈ ഒരു കാര്യം ഓക്കെ, അതും നിങ്ങൾക്ക് കാണിക്കുന്നത് യൂണിവേഴ്സ് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോകുന്ന പോലെയാണ്. ഓക്കെ, അതിലെത്തും എന്നുള്ള ഒരു സൂചന നിങ്ങൾക്ക് തരുന്നതാണ്. ആൻഡ് ഇവിടെ 6 of Wands and 5 Pentacles. അഗൈൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തോ തിരിച്ചു കിട്ടാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ നിങ്ങളെ മറ്റുള്ളവർ മാനിക്കാതിരിക്കാം, റെസ്പെക്ട് ചെയ്യാതിരിക്കാം. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും വിട്ടുപോയി എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം നഷ്ടം വന്നു. ആ പണം നഷ്ടം വന്നിട്ട് നിങ്ങളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ഒരു റെസ്പെക്ട് ഇല്ലാതെയായി, അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ റെസ്പെക്റ്റാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു, നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയി, നിങ്ങളെ ആരെങ്കിലും പണം നിങ്ങൾ ചീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നു. അതിപ്പോൾ പല കാര്യങ്ങളും ആവാം. ഇവിടെ ജോലി നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയി, മീൻസ് നിങ്ങളെ അവർ ചൂസ് ചെയ്തില്ല. ഓക്കെ, മേ ബി നിങ്ങളെ ചൂസ് ചെയ്തില്ല, നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റപ്പെട്ടു, നിങ്ങളെ ആരും ശ്രദ്ധിച്ചില്ല, നിങ്ങളെ ആരും മാനിച്ചില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ന്യായമായിട്ട് നിങ്ങൾക്ക് ഇനി വിന്നിങ് വരുന്നു. ഓക്കെ, നിങ്ങൾ റെസ്പെക്ട് ചെയ്യപ്പെടും, സക്സസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങളെ എല്ലാവരും ആക്ച്വലി നിങ്ങളെ തിരിച്ചറിയാൻ തുടങ്ങും, നിങ്ങളെ ഒന്ന് എന്താ പറയുക മാനിക്കാൻ തുടങ്ങും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. അങ്ങനെ ആ തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും, സക്സസ് വരും നിങ്ങൾക്ക്. നിങ്ങൾ എന്ത് ചെയ്താലും അതിലൊരു സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, എനിക്ക് മോസ്റ്റ്ലി എനിക്കിവിടെ ഫീൽ ചെയ്ത് എന്താ പറയുക റെസ്പെക്റ്റിൻ്റെ കാര്യമാണ്. ഓക്കെ, റെസ്പെക്റ്റ് മാത്രമല്ല, അപ്പം നിങ്ങളെ ആരെങ്കിലും വിട്ട് തനിച്ചാക്കി പോയി എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് പേര് നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. ഈ ഒരു വ്യക്തി ആണ് നിങ്ങളെ വിട്ടുപോയത്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിങ്ങളെ മാനിച്ചില്ല, ഓക്കെ, നിങ്ങളെ ഫാമിലി നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾക്ക് പബ്ലിക് റെക്കഗ്നീഷൻ ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, പബ്ലിക്കായിട്ട് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുക, നിങ്ങളെ മറ്റുള്ളവർ മാനിക്കാൻ തുടങ്ങും, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കുറച്ച് പേര് തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമം നിങ്ങൾ ടോട്ടലി മാറും. ബിക്കോസ് അത്രയും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളൊരു എന്താണ് എന്നുള്ളത് ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൻ്റെ ആയിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം. ഓക്കെ, ജോലിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യും മൈൻഡ് സക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. മേ ബി നിങ്ങൾ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ കയറും. ഓക്കെ, മേ ബി മറ്റുള്ളവർ കാണുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഫീൽഡ്, നിങ്ങൾ എഴുത്തോ എന്ത് വേണമെങ്കിലും ആവാട്ടോ. ഓക്കെ, മേ ബി പബ്ലിക് സ്പീക്കിംഗ്, അങ്ങനെ എന്തെങ്കിലും ഒരു വിക്ടറി, നിങ്ങൾക്ക് ശരിക്കും ഒരു
എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നതായിട്ടാണ്. നിങ്ങൾക്ക് വേണ്ടി എല്ലാവരും നിങ്ങളുടെ ജയത്തിന് എല്ലാവരും സന്തോഷിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യമാണ്. നിങ്ങൾക്കൊന്നും ഇല്ലാത്ത എല്ലാം തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പോലെയാണ്. സോ അതും യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരും. ഓക്കെ, സോ ഇവിടെ നമ്മൾ 3 പോയിന്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളിൽ ഒന്ന് അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾക്ക് അതായത് ശരിക്കും നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്ന രീതിയിൽ. ക്വീൻ ഓഫ് പെന്റിക്കിൾസ് ഞാനിവിടെ ഹാർട്ട് ബ്രേക്ക്. ഓക്കെ, 4 പെന്റിക്കിൾസ്. എന്തായാലും ഇവിടെ നിങ്ങൾ ഒരു റെസ്പെക്റ്റഡ് പൊസിഷനിലേക്ക് വരുന്നതാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് കരിയർ ജോലിയൊക്കെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഓക്കെ, നിങ്ങൾക്ക് സൂചനയായിട്ട് ഓക്കെ ചിലപ്പോൾ ഈ ചേഞ്ചസ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ എല്ലാം നടക്കണമെന്നില്ല കേട്ടോ, എല്ലാം വരണമെന്നല്ല. ഇതിൽ 1 അല്ലെങ്കിൽ 2 ചിലപ്പോൾ എല്ലാം ഓക്കെ നിങ്ങൾക്കിത് നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു നല്ലൊരു ലൈഫ്, നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോളൂ. നെഗറ്റിവിറ്റി, ഫെദർ, സയൻസ് എടുക്കാം അല്ലേ നമുക്ക്. ഇൻറ്റൻഷൻ, സോറി ഓക്കെ, നെഗറ്റിവിറ്റി വന്നു, പോസിറ്റിവിറ്റി, സ്റ്റെബിലിറ്റി. വെരി നൈസ്. ട്രാൻസ്ഫോർമേഷൻ, യെസ്. നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളെ ആക്ച്വലി മാറ്റിയെടുക്കുകയാണ് യൂണിവേഴ്സ്, നിങ്ങളെ ചേഞ്ച് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ ലൈഫിൽ അനുഭവിക്കുന്ന ടെൻഷൻ, പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളെ ശരിക്കും ഒരു പാകപ്പെടുത്തി എടുക്കുകയാണ് യൂണിവേഴ്സ്. എന്നിട്ട് വേണം നിങ്ങൾക്ക് ആ ഒരു ബ്ലെസ്സിങ് തരാൻ എന്നാണ്. ഓക്കെ, നമ്മൾ പറയില്ലേ ബ്ലെസ്സിങ് റിസീവ് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടില്ല. ഓക്കെ, അതിനു വേണ്ടി തയ്യാറെടുപ്പ് ആ ഒരു സമയത്തിലാണ് ഇപ്പം നിങ്ങൾ. ഓക്കെ, യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി നല്ലതെടുത്ത് വെക്കുന്നുണ്ട്. യെസ്, എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പക്ഷേ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിച്ച് ഒബ്സസ് ചെയ്തുകൊണ്ടിരിക്കരുത്. എന്ന് വെച്ചാൽ അത് എപ്പോൾ കിട്ടും എങ്ങനെ നടക്കും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, അത് നിങ്ങൾ വിട്ടുകളയാം, യൂണിവേഴ്സിനെ സമർപ്പിക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു മാറ്റത്തിൻ്റെ സമയമായിട്ട് നിങ്ങളുടെ ലൈഫ് മാറാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ പാകപ്പെടുത്തിയെടുക്കുകയാണ് യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളെ ശരിക്കും നമ്മൾ സ്വർണത്തിനെ അല്ലെങ്കിൽ ഈ മൺചട്ടിയൊക്കെ നമ്മൾ പറയില്ലേ തീയിലിട്ട് ചുട്ട് ഇതാക്കി എടുത്താലേ അതിൻ്റെ ആ ഒരു അറിയാലോ. സോ അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങളെ ഇട്ടിപ്പോൾ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ സ്ട്രോങ് ആക്കുകയാണ്. നിങ്ങൾക്ക് വലുതെന്തൊക്കെയോ യൂണിവേഴ്സ് കരുതി വെച്ചാൽ നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ പാകപ്പെടണം. ഓക്കെ, ആൻഡ് ഇവിടെ യെസ് എന്നുള്ളൊരു ആൻസർ നമുക്ക് എന്തായാലും ഉണ്ട്, അതും എടുത്തേക്കാം. ഇവിടെ നെഗറ്റിവിറ്റി ആൻഡ് പോസിറ്റിവിറ്റി രണ്ടും വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ മൈൻഡിൽ നെഗറ്റിവിറ്റി മാറ്റി നിങ്ങൾ പോസിറ്റിവിറ്റി കൊണ്ടുവരാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ ഇതിലെല്ലാം നമ്മൾ കുറച്ച് നെഗറ്റീവ് പറഞ്ഞിരുന്നു, ആ നെഗറ്റീവ്സ് ഒക്കെ മാറ്റിയിട്ട് നിങ്ങളായിട്ട് തന്നെ യൂണിവേഴ്സിനോട് പറയാം. ഓക്കെ, എന്തുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല, അതെല്ലാം എന്നെ ബെറ്റർ പേഴ്സൺ ആക്കാനാണ്, എൻ്റെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് എന്തൊക്കെയാണ് ഞാൻ പഠിക്കാനുള്ളത്, ഞാൻ പഠിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിക്ക് നിങ്ങൾ മനസ്സിനെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തകൾ കൊണ്ടുവരാം. അതിൻ്റെ ഇവിടെ ഫെദർ പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഫെദേഴ്സ് സൂചനയായിട്ട് കാണുന്നുണ്ടാവാം. സയൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ആക്ച്വലി സൺഫ്ലവർ ഉണ്ട് ഇവിടെ. ഈ പൂ ഏതാണെന്ന് എനിക്കറിയില്ല, ലില്ലി ആണോ അല്ല പർപ്പിൾ കളറൊക്കെയാണ്. സോ എനിക്കറിയില്ല കേട്ടോ, സോറി. ഐ ഡോണ്ട് നോ. എനിവേ, പോസിറ്റിവിറ്റി നമുക്ക് സൺഫ്ലവർ നിങ്ങൾ ചിലപ്പോൾ സൂചനയായിട്ട് കാണാം. സൺഫ്ലവർ പെട്ടെന്ന് കാണാം, വാങ്ങാം, അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന കാണുക എന്തെങ്കിലും ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ വിചാരിക്കാതെ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിപ്പെടാം, അതാ ഉദ്ദേശിച്ച്. ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോ ആയിരിക്കാം കേട്ടോ, ചിലപ്പോൾ സൺഫ്ലവറിൻ്റെ ഒരു ഫോട്ടോ, അതൊക്കെ നിങ്ങൾക്കൊരു സൈൻ ആയിരിക്കാം. ഇവിടെ ഫെദറും ഉണ്ട്. ഫെദേഴ്സ് നിങ്ങൾക്ക് കുറച്ച് സയൻസ് ആയിട്ട് കാണുന്നുണ്ടാവും. യൂണിവേഴ്സ് തരുന്ന സൂചനയാണത്. എന്തായാലും അറിയാലോ, ഫെദേഴ്സ് എപ്പോഴും സയൻസ് ആണ്. ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിൻ്റെ സൈനാണ്. ആൻഡ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഫോക്കസ്. ഓക്കെ, നിങ്ങളുടെ ഫോക്കസ് എപ്പോഴും നിങ്ങളുടെ ലൈഫിനെ ബെറ്റർ ആക്കാനായിരിക്കണം. ഓക്കെ, പ്രോബ്ലമിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ എപ്പോഴും ഫോക്കസ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സൊല്യൂഷനിലേക്ക് നിങ്ങൾ ഫോക്കസ് കൊണ്ടുവരാം. നിങ്ങളൊരു ഉദ്ദേശം മനസ്സിൽ തീരുമാനിക്കുക. എനിക്ക് ഇന്നതാണ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ആൻഡ് അതിനെ ഫോക്കസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയച്ച് കാണുമ്പോൾ നിങ്ങൾക്കൊന്ന് അടുത്ത് കാണിച്ചാൽ എത്ര ഫോക്കസാണ് നോക്കുക കണ്ണിൽ അല്ലേ. നമ്മൾക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. പ്രശ്നങ്ങൾ വരും, വരാതിരിക്കുമോ, ലൈഫല്ലേ. ഓക്കെ, ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വരും. നമ്മൾ തളരുകയും ചെയ്യും ഇടയ്ക്കൊക്കെ. ഇപ്പം ഞാൻ തന്നെ ഇന്നിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, നമുക്ക് ചില സമയത്ത് ഒരു വിഷമവും കാര്യങ്ങളും വരുമ്പോൾ സ്ട്രോങ് ആണ് നമ്മൾ, ശരിയാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും നമുക്കും ഒരു ഒന്നും പറയാനോ കേൾക്കാനോ കാര്യങ്ങൾ വേണം എന്നൊക്കെ തോന്നിപ്പോവും. അത് സ്വാഭാവികമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും അങ്ങനെയാണ്. പക്ഷേ അതിൽ നിന്ന് ഓവർകം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ പഠിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, സ്റ്റെബിലിറ്റി അത് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആവും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഗ്രോത്ത്, ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, നമ്മൾ പറയില്ല ഒരു റിലാക്സ് ചെയ്യാനല്ല,
ഒരു സമാധാനം കിട്ടുന്ന തരത്തിൽ നിങ്ങളുടെ ലൈഫ് കുറേ സ്റ്റെബിലിറ്റിയിലേക്ക് വരും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം മാറി ആക്ച്വലി ഒരു സ്റ്റേബിൾ കരിയർ അല്ലെങ്കിൽ സ്റ്റേബിൾ ലൈഫ്, ഫാമിലി എല്ലാം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും. ഈ സൂചനകൾക്കൊക്കെ വേണ്ടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, പ്രശ്നത്തിൻ്റെ പിന്നാലെ നമുക്ക് വേറെ എന്തെങ്കിലും നല്ലത് യൂണിവേഴ്സ് തരും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് സൂചനകൾ നിങ്ങൾക്ക് നല്ലത് വരട്ടെ. ഓക്കെ, എല്ലാം നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.